ജാക്കിരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് തമിഴ് സീസൺ 9 അതിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മലയാളത്തിലാണ് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ 3 ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് വീട് 2 രാജ്യങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു രാജ്യം ഗാന സാമ്രാജ്യം, ഒരു രാജ്യം ഡർബീസ് സാമ്രാജ്യം. അപ്പോൾ ചേരിതിരിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഗെയിംസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലാസ്റ്റ് റീസെൻ്റ്ലി നടന്ന ഒരു ഗെയിമിൻ്റെ വിധിയും ആ ഗെയിമിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു വലിയ വൃത്തത്തിനകത്ത് ഒരു ടേബിളിൽ ബ്രിക്സ് ഉണ്ട്. അപ്പം ഈ ബ്രിക്സ് വീട് പണിയണ പോലെ പണിയണം. അതിന് 2 പേര് പണിയണം, 2 പേര് ഇത് സേവ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സാമ്രാജ്യത്തിലെ 3 പേർക്ക് ഈ റൗണ്ടിനകത്ത് പ്രവേശിക്കാതെ ഈ റൗണ്ടിന് പുറത്ത് നിന്നുകൊണ്ട് ഇത് തകർക്കാൻ വേണ്ടി ബോൾ കൊണ്ട് എറിയാം. മറ്റേ സ്പോഞ്ചിൻ്റെ ബോളാണ്. അപ്പം അതുകൊണ്ട് എറിഞ്ഞ് അത് തകർക്കാം. അങ്ങനെ 3 റൗണ്ടാണുള്ളത്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഗാന സാമ്രാജ്യത്തിൽ വരുന്നത് ഖമറുദ്ദീൻ അമിത്. ഇത് രക്ഷിക്കാൻ വരുന്ന, അതായത് കെട്ടുന്നത് ക്ലിയറായി പിടിക്കാൻ വേണ്ടി വരുന്ന അവർ തടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഖമറുദ്ദീനും അമിതും. പിന്നെ ഇത് പണിയാനായിട്ട് ഗാന വിനോദും ദിവ്യയാണ് വന്നിട്ടുള്ളത്. ബോള്, അതായത് ഡർബീസ് രാജ്യത്ത് നിന്ന് ബോൾ എറിയുന്നവർ ശബരിയും സുഭിക്ഷ കനി 3 പേരാണ്. അപ്പോൾ അതിൽ ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ ശബരി എക്സ്പ്രഷൻ ഇട്ടിട്ടൊക്കെയാണ് എറിഞ്ഞിരുന്നത്. ഇങ്ങനെ പല്ലുന്നാവൊക്കെ കടിച്ചിട്ട് കയറുന്നതുകൊണ്ട് അവൻ്റെ കുറച്ച് ഇപ്പോൾ ഫസ്റ്റത്തെ ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ 2ാമത്തെ ടാസ്ക് കഴിഞ്ഞപ്പോഴൊക്കെ ശബരിയായിട്ട് പ്രജിൻ ഒരു അലമ്പൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് നീ കരുത്തി കൂട്ടിയിട്ടായിരുന്ന നിൻ്റെ മുഖത്ത് വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഡർബീസ് രാജ്യത്തോട്ട് വരുമ്പോൾ ശബരിയും വാട്ടർ മെലനും കൂടിയിട്ടാണ് ഇത് രക്ഷപ്പെടുത്താൻ നിൽക്കുന്നത്. ഈ പണിയുന്നത് കാക്കാൻ നിൽക്കുന്നത്, കാപ്പാക്കുന്നവൻ അങ്ങനെ എന്താണ്. പിന്നെ സുഭിക്ഷ കനി, ഇവർ 2 പേരും കൂടിയിട്ടാണ് ഇത് പണിയണത്. ഓക്കെ, എറിയണ ആൾക്കാർ ഗാന സാമ്രാജ്യത്തിൽ നിന്ന് വിനോദ്, അമിത്, ഖമറുദ്ദീൻ. അതിൻ്റെ ഇടയിൽ കനിക്ക് കണ്ണുമ്മ എയറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കണ്ണുമ്മ എയർ കിട്ടി, അത് സ്പോഞ്ച് ബോളാണ്, അതുകൊണ്ട് നോ പ്രോബ്ലം, ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ചെറിയൊരു വേദന ആ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ 3 റൗണ്ടുകൾ പൂർത്തിയായി. അപ്പോൾ ഇതിൻ്റെ വിധി നിർണ്ണയിക്കാൻ നിൽക്കുന്ന വിധികർത്താവ് 2 പേരാണ്. അതായത് ഒന്ന് ഗാന സാമ്രാജ്യത്തിൽ നിന്ന് വരുന്നത് വിക്രം, ഡർബീസ് രാജ്യത്തു നിന്ന് വരുന്ന വിധികർത്താവായിട്ട് നമ്മുടെ പാർവതിയാണ്. അപ്പോൾ ഇവർ 2 പേരാണ് വിധികർത്താവ്. കൃത്യമായിട്ട് അതിൻ്റെയാണ് വിധി നിർണയിച്ചത്. അങ്ങനെ 3 റൗണ്ടുകളും പൂർത്തിയായപ്പോൾ ജയിച്ചത് ഗാന സാമ്രാജ്യമാണ്. അവർക്ക് 9 കട്ടകളാണ് അവർക്ക് പണിയാൻ കഴിഞ്ഞത്. 9 കട്ട അപ്പോൾ 9 പോയിൻ്റാണ് അവർക്ക് വീണത്. ഇവർക്ക് വെറും 3 പോയിൻ്റ് മാത്രമേ വീഴാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ ജയിച്ചത് ഗാന സാമ്രാജ്യം. കൂടെ നിൽക്കണം. മലയാളത്തിലാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ കട്ട സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. പോയി വരാം അടുത്തൊരു വീഡിയോ.